ഈ കാതറിന്റെ വീട് എവിടെയാ? ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ, അവനറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനും. ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്. 3 മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേവിടിച്ചവളോടെ പോയവനവൻ. പിന്നെ ഒന്നുമില്ല. ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് കാസർഗോഡ് കാദർബായി എന്നാ ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി. ഇതാത്താ, നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെയല്ല, കാസർഗോഡ് ഖാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ, ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ, അങ്ങോട്ട് പോകണ്ടടാ. വീട് കണ്ടിട്ട് പേടിയാവണ്. പിന്നെ എന്തിനാണ് അങ്ങോട്ട് എഴുന്നള്ളത്? ഇറങ്ങ് ഇറങ്ങ്. जेठा, ये कासरगोड कादरबाई कौन है? हम लोग कासरगोड कादरबाई को मिलने के लिए एक दूजे के लिए हम किसी से कम नहीं. परंतु എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അമ്മ കൂർക്കല്ലേ അല്ലേ? പട്ടി ആരാവ്? ഞങ്ങൾ ഈ ബൊക്കെ എവിടെ കൊടുക്കാനുള്ളതല്ല. ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധൂട്ടി, ബൈജൂട്ടി, അൻസൂട്ടി, അശോട്ടി, സൈനോട്ടി, ഞാൻ ജഗ്ഗൂട്ടി, ഞങ്ങളുടെ ബാപ്പൂട്ടി, സ്ഥലം കൊണ്ടോട്ടി. ഇപ്പൊ എന്തോ ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അമ്പലം പണിയണോ, അമ്പലം പൊളിച്ച് പള്ളി പണിയണോ, ഏത് പൊളിക്കണം ഏത് പണിയണം എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. ആള് വളരെ ഇന്റലിജന്റ്. പറഞ്ഞെല്ലാം മനസ്സിലായി. നിങ്ങളോട് നിൽക്കേ, ഞാനിപ്പോ വരാം. തോന്നണത് ആ കരച്ചിൽ കിട്ടില്ലടാ. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മുടെ ഗതി. ഇവരെങ്ങോട്ട് പോയി? ആരാ? ഹലോ സർ, ഞങ്ങളെ കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ ആം ജുബൈൽ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ചിലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയാന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. Really? സന്ധ്യ, please come Mr. Dubai. Please. Thank you. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി വെർ വെരി പർട്ടിക്കുലർ. കുഷനിലെ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. Definitely. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന്. ഓ, ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ. ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am M.M. Thorapanangadi, MA MJ, അസിസ്റ്റന്റ് എഡിറ്റർ കേരള ഹെറാൾഡ് ഡെയിലി. സോറി, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. സോറി സന്ധ്യ. മിസ്റ്റർ തൊരപ്പൻ, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡോ അംബാസിഡറും ഒക്കെ. ചിരിക്കല്ലേ. അത് നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടത് മിസ് സന്ധ്യയാണ്. എങ്കിൽ സന്ധ്യ പറയട്ടെ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? തർക്കം വേണ്ട, നമുക്ക് നറുക്കിടാം. That's a good idea, Miss Ginjali. Let me take a piece of paper. Kerala, Nadu. Kerala. Let us try our fortunes. Okay. This time, Kerala. All right. Herald. Okay. Hold this. Lord, take one. Read loudly. Kerala Herald. Oh God. Thank God. Sorry, sir. എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ സ്റ്റൈൽ കോപ്പി ചെയ്യും. ഓക്കെ സന്ധ്യ, നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. അച്ചായ. ഓക്കെ. അവരെ പിടക്കേണ്ട അതൊരു തുക്കട മഞ്ഞ പത്രമാണ്. അറിയല്ലേ? ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല. വൈറ്റ് കവറേജ്, വൈറ്റ് ക്യാൻവാസ്, എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലേ മിസ് ജിഞ്ചിലി? ബൈ സാർ എന്ത് ചെയ്യുന്നു?
എന്താ നോക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിക്കോ ഓടിക്കോ, എന്തിനു പരിഹാരം ഉണ്ടാക്കാം. കാര്യം സമാധാനത്തിൽ ഓടിക്കോ. നിൽക്കണം അവിടെ. സന്ധ്യ സന്ധ്യ എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഉണ്ണി എവിടെ പോയി തൊലഞ്ഞിന്റെ അല്ല ഓഡിയൻസ് ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവൻ എവിടെയെങ്കിലും കല്യാണം വിളിക്കാൻ പോയി. എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞൂടെ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയല്ലേ? ഒരു ആർട്ടിസ്റ്റ് എത്താനുണ്ട്, ഇപ്പൊ വരും. ഇത് വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. ഉള്ള ആൾക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ? നാട്ടുകാർ കസേര തല്ലി പൊളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നാട്ടെ. ശരി വാ, ചെല്ലേ. സാബു, താൻ എന്തുദ്ദേശാടോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ? അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ? ആകെ കുളമായി. ഫസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാ. അത് ആദ്യം ഇട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടി താങ്ങി ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ ഞാനില്ല, ഞാൻ കേറിയാൽ ശരിയാവില്ല. എടോ താൻ കുറെ കാലമല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി. ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിൽ സ്മോൾ അടിച്ചോ. സ്മോൾ വേണം ഞാൻ അടിക്കാം, പക്ഷെ ശരി കയറാൻ ഞാനില്ല. തമാശ പറയാ, ചുമ്മാ വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാപരിശ്രമയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. എന്നെ കൊല്ലാൻ നോക്കല്ലോ. ഇങ്ങോട്ടോ. തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രിയെ കുരിശ. ഓ മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയൂ. എന്താ ഡയലോഗ് പറയുന്നത്? ഡയലോഗ് പറയണോ? പൊട്ടൻ നിന്റെ അപ്പൻ. കളിക്കല്ലേട്ടോ, അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്തേത് മമ്മൂട്ടി കുളവാക്കിയ? എവിടെ? മുമ്പത്തെ നിലയിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കാതർബായുടെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു കണക്കിന് തലേന്ന് പോയി നന്നായി. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉണ്ണി അത് എടുക്കില്ല. പിന്നെ നീയാണോ എടുത്തത്? എടാ, സാഹചര്യം വരുമ്പോ നീയും ഞാനും ഒക്കെ തെറ്റ് ചെയ്തു പോകും. നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല. ഇതാരാണ് കൊണ്ടുപോയിരിക്കുന്നത് അറിയാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്. മംഗളം ഭവന്തു. ആരാ എടുത്തെന്നറിയാൻ പറ്റുമോ കണിയരെ? പറയാം. ശത്രുവല്ല, മിത്രം. സഹപാഠിയാകാം, സതീർത്ഥനാകാം, സഹപ്രവർത്തകനാകാം. സാധനം ഇപ്പൊ എവിടെയുള്ളെന്ന് പറയൂ. നോക്കത്താ ദൂരം പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ്,
ഇതിലില്ല, അതിലുണ്ടാ? ഓ, ഇത് ജമ്മേ അതിലുണ്ടോടാ? ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കിക്കേ. എവിടാ? ഇതിലില്ല. എടാ സാബു, എന്താടാ അതുണ്ടാ നോക്ക്. ഇതിനകത്ത് കോപ്പാണ് ഇരിക്കുന്നത്. കുഴിച്ചോളൂ മകനെ, കണ്ടെത്തും. കുറെ നേരമല്ല ഇവിടെ കുഴി അവിടെ കുഴി അവിടെ കുഴി എന്ന് പറഞ്ഞു. എന്താണോ ഇതിന്റെ അവസാനം? എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്ത് ചെയ്യാൻ? കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക. കൃത്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓ, ഇയാൾ എന്തോ അങ്ങനെ നമ്മൾ കാശ് കൊണ്ട് മുങ്ങോ? കള്ള കണിയാനെ ഇങ്ങോട്ട് നടക്കും. എന്റെ വില കളഞ്ഞു കുളിച്ചല്ലോ കണിയാരെ. ഇയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ. കണി കാണരുത്.